ഹായ് എവരിവൺ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സിമ്പിൾ പിസ്സ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് പെട്ടെന്ന് എങ്ങനെ പിസ്സ ഉണ്ടാക്കാൻ നോക്കിയാലോ. അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കിയാലോ. മൈദ, ബേക്കിംഗ് പൗഡർ, ഷുഗർ, ക്യാപ്സിക്കം, കറുത്ത മുന്തിരി, ചപ്പ്, അത് ഡെക്കറേഷന് വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ ചിക്കൻ, ചീസ്, ബട്ടർ, കുക്കുംബർ, ക്യാരറ്റ്, ഒണിയൻ, പിന്നെ പാല്, സാൾട്ട്. അപ്പോൾ ആദ്യം നമുക്ക് ബാറ്റർ തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് മിക്സിയിലേക്ക് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ടുകൊടുക്കാം. പിന്നെ 2 സ്പൂൺ ഷുഗർ. അപ്പോൾ പാല് കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബാറ്റർ തയ്യാറായിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പാൻ ചൂടായി വരുമ്പോൾ നമുക്ക് എണ്ണ ഒഴിച്ച് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് നല്ലോണം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊരു ബൗളിലേക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ നമുക്ക് പിസ്സ ഒന്ന് തയ്യാറാക്കാൻ തുടങ്ങാം. അപ്പോൾ ആദ്യം നമുക്ക് അതിലേക്ക് ബട്ടർ ചേർത്ത് കൊടുക്കാം. നമുക്ക് ഈ ഒരു ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ബട്ടർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ ഇതിലേക്ക് നമ്മളുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. നടുഭാഗം ഒന്ന് നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതുപോലെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത് ഹാഫ് കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് നേരത്തെ എടുത്ത് വെച്ച വെജിറ്റബിൾസ് ഒന്ന് ചേർത്ത് കൊടുക്കാം. എല്ലായിടത്തും ഒന്ന് ആവുന്ന രീതിയിൽ നമ്മൾ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് കുക്കുംബർ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ക്യാരറ്റ് സ്ലൈസസ് ആക്കിയിട്ടാണ് അരിഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പം എല്ലാം നല്ല സ്ലൈസായിട്ട് അരിയാൻ നോക്കണം. അപ്പോൾ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കന് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട്
ഇട്ട് കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ ഇതിൽ ആഡ് ചെയ്യാം. ഇതിൽ എല്ലാം ഇടണമെന്നൊന്നും നിർബന്ധമില്ല കേട്ടോ. അപ്പം നമുക്ക് ചീസും കൂടി ചേർത്ത് കൊടുക്കാം. എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി പെപ്പർ പൗഡറും സാൾട്ടും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ചപ്പും മുന്തിരിയും കൊണ്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് ഡെക്കറേഷൻ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ബാറ്ററിനോടൊന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കെച്ചപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കണം കേട്ടോ. നമുക്ക് 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്ന് അടിച്ചു വെക്കാം കേട്ടോ. അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. വാ, നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഇത് ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ സെർവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ പിസ്സ. അപ്പോൾ ഇത് നല്ല ടേസ്റ്റി ആൻഡ് യമ്മി ഒരു റെസിപ്പിയാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ തയ്യാറാക്കി നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം അല്ലേ. നല്ല ടേസ്റ്റ് ഉണ്ടാവുമെന്ന് തോന്നുന്നു. സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യണേ. ബൈ ബൈ.